ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹോം മെയ്ഡ് സ്കിൻ വൈറ്റനിങ് ക്രീമിൻ്റെ റെമഡി ആയിട്ടാണ് കേട്ടോ. 3-in-1 ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഈ ഒരു ക്രീം ഫേസ് പാക്ക് പോലെ ആയിട്ടും മസാജും ക്രീമായിട്ടും നൈറ്റ് ക്രീമായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഇത് നമ്മൾ ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് വൈറ്റൻ ആയി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സ്കിന്ന് ഫേസ് മാത്രമല്ല, നമുക്ക് ടോട്ടൽ ബോഡിയിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അത്രയും സൂപ്പറായിട്ടുള്ള റെമഡിയാണ്. അതുപോലെ തന്നെ ഇതിന് യാതൊരുവിധ പൈസ ചിലവും ഇല്ല. നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന 2 കാര്യങ്ങൾ. അപ്പോൾ അതിലത്തെ ഒന്ന് മെയിനായിട്ടുള്ള കാര്യം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ റൈസാണ്. റൈസിനെ കുറിച്ച് ഞാൻ ഒത്തിരി വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ റൈസ് വെച്ചുകൊണ്ടാണ് ഈ ഒരു റൈസ് ക്രീം തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. റൈസ് മാത്രമല്ല, നമ്മൾ ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വഴിയെ പറയാം. ഇപ്പം നമുക്ക് ആദ്യം ആ ഒരു റൈസിനൊന്ന് നല്ല രീതിക്ക് മിക്സി ബൗളിനകത്തിട്ട് അടിച്ച് പേസ്റ്റ് ആക്കി കൊണ്ടുവരണം. അപ്പോൾ ഈ ഒരു റൈസ് നമ്മൾ പച്ചരി തന്നെ എടുക്കാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് പച്ചരി ഇല്ല, വേറെ അരിയാണ് ഞങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എടുത്തോളൂ, കുഴപ്പമില്ല. പക്ഷേ 2-3 ദിവസം റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തേ പറ്റും കേട്ടോ. കാരണം പച്ചരി അത്രയും സൂപ്പറായിട്ടുള്ള ആളാണ്. നമുക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് തരുന്ന ഒരാളാണ് നമ്മുടെ പച്ചരി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പച്ചരി എടുക്കാൻ എപ്പോഴും പറയുന്നത്. അപ്പോൾ പച്ചരി നല്ല രീതിക്ക് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ആദ്യത്തെ 2-3 തവണ വെള്ളം കഴുകിയിട്ട് കളഞ്ഞ വെള്ളം എന്തൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്, മനസ്സിലായല്ലോ? അത് തന്നെ, അരി കഴുകി ആദ്യത്തെ വെള്ളം 2-3 തവണ കളഞ്ഞിട്ട് ബാക്കി വരുന്ന അരിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് സമയം കൊടുക്കണം. ഒരു 4 മണിക്കൂറേയും കുതിർന്ന് വരണം കേട്ടോ. 4-5 മണിക്കൂർ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. കുതിർന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ മിക്സി ബൗളിനകത്തിട്ട് അടിച്ച് പേസ്റ്റ് ആക്കിയിട്ട് നല്ല അരച്ചു കൊണ്ടുവരുന്നത്. ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് വരുന്നത് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാനിവിടെ പകുതിയാണ് എടുക്കുന്നത്. ഇച്ചിരി വലിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഞാൻ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ കുഞ്ഞു ഉരുളക്കിഴങ്ങാണെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം ഫുള്ളായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ റൈസിൻ്റെ അളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു 2 അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ, ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ, ആ ഒരു അരിയാണ് ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിനകത്തേക്ക് ഈ കാണുന്ന അളവിൽ ഒരു പകുതി പോർഷൻ ഉരുളക്കിഴങ്ങാണ് കട്ട് ചെയ്തിട്ട് നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തോലെല്ലാം റിമൂവ് ആക്കി കഴുകി വന്നതിന് ശേഷം കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കിയിട്ട് അങ്ങ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പൊട്ടാറ്റോ നമ്മുടെ സ്കിൻ വൈറ്റൻ ചെയ്യാനായിട്ടും നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും പാടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ കരിമംഗല്യം, അതുപോലെ തന്നെ കണ്ണടിത്തെ കറുപ്പ്, ഡാർക്ക് സ്പോട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഫെയ്ഡ് ഔട്ട് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉരുളക്കിഴങ്ങ് ബെസ്റ്റാണ് കേട്ടോ. ഈ ഒരു റൈസ് കോമ്പിനേഷൻ, ഈ ഒരു റൈസും ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഒരു കോമ്പിനേഷൻ സൂപ്പറായിരിക്കും. റൈസ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ കൊറിയൻസിൻ്റെയും ചൈനീസിൻ്റെ ഒക്കെ പ്രധാനമായിട്ട് അവിടെ ആ ഒരു സ്കിൻ കെയറിലും ഹെയർ കെയറിലൊക്കെ പ്രധാനമായിട്ട് ഒരു ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു റൈസ്. അത്രയും തന്നെ സൂപ്പറായിട്ടുള്ള 2 ആൾക്കാരെയാണ് നമ്മൾ മിക്സി ബൗളിനകത്തേക്ക് അങ്ങാക്കി അടിച്ച് അരച്ചെടുത്തുകൊണ്ട് വന്നേക്കുന്നത്. ഇനി നമുക്കിത് അരിപ്പ് ഉപയോഗിച്ചിട്ട് അങ്ങ് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അതിൻ്റെ ആ ഒരു ജ്യൂസും മാത്രം മതി. അതുപോലെ തന്നെ നമുക്ക് പിഴിഞ്ഞ് വരുന്ന സമയത്ത് അതിൻ്റെ ആ വരുന്ന പിശറുണ്ടല്ലോ, ആ പിശറിനകത്തേക്ക് നമുക്ക് വീണ്ടും ആ ഒരു റൈസ് വാട്ടർ, നമ്മൾ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ കുറച്ച് റൈസ് വാട്ടർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വാട്ടർ നമ്മൾ ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ അരച്ചെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ ആ ഒരു വാട്ടറിലേക്ക് നിങ്ങൾക്ക് നോർമൽ വെള്ളം ഒഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ റോസ് വാട്ടറൊക്കെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഏതായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടി ചേർത്തിട്ട് ആ ഒരു പിച്ചിട്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടി അങ്ങ് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ഒരു ജ്യൂസ് എടുത്തു, വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് 2ാമത്തെ തവണയും കൂടി ഒന്ന് പിഴിഞ്ഞ് ജ്യൂസ് എടുക്കുക കേട്ടോ. അത്രമാത്രം മതി. ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആക്കേണ്ട കാര്യമില്ല. ഈ കാണുന്ന രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ട് വരിക കേട്ടോ. ഇനി ഇത് കുറുക്കുന്നതിലും ഒരു ഇതുണ്ട് കേട്ടോ, ഒരു അളവുണ്ട് കേട്ടോ. ആ രീതിക്ക് വേണം നിങ്ങളിത് കുറുക്കിക്കൊണ്ട് വരാനായിട്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനിത് അവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമ്മുടെ ഒരു കൂട്ടുമേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ്, ആരും മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഒന്നും ഇടേണ്ട കാര്യമില്ല. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് നമ്മുടെ പാത്രം മാത്രം ഒന്ന് ചൂടായാൽ മതി കേട്ടോ. നിങ്ങൾ കയ്യിൽ വേണമെങ്കിൽ എണ്ണയ്ക്കോ ഒരു 30 അല്ലെങ്കിൽ ഒരു 40 എത്തുമ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടോ, ഗ്യാസ് അങ്ങ് സ്റ്റോപ്പ് ചെയ്തോ. ഒരു 1/2 സെക്കൻഡ് മാത്രം മതി കേട്ടോ. നമുക്കിത് 1 മിനിറ്റും കൂടി ആവശ്യമില്ല. 1/2 സെക്കൻഡുള്ളിൽ തന്നെ നമ്മുടെ ഈ ഒരു കൂട്ടുക ഈ കട്ടയാവുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് അങ്ങ് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിടണം. ഓക്കെ, 1/2 സെക്കൻഡ്, ഈ ഒരു 1/2 സെക്കൻഡ് മാത്രം നിങ്ങൾ ഗ്യാസിൻ്റെ മേലെ വെച്ചാൽ മതി. അത് കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ടിട്ട് കൈ എടുക്കാതെ നല്ല രീതിക്ക് അങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ആ ഒരു പാത്രത്തിൻ്റെ ചൂടിലാണ് നമ്മൾ ഈ ഒരു ക്രീം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കൂട്ട് കുറുക്കി ക്രീമാക്കി കൊണ്ടുവരുന്നത്. അതല്ലാതെ ഗ്യാസ് നമ്മൾ ഓൺ ചെയ്തിട്ട് അതിങ്ങനെ ഇട്ട് കുറുക്കുന്നതല്ല കേട്ടോ. ജസ്റ്റ് നമ്മുടെ ആ ഒരു പാത്രം ചൂടാക്കിയിട്ട് ആ ഒരു പാത്രത്തിൻ്റെ ചൂടുമേലാണ് നമ്മൾ ഈ ഒരു കൂട്ട് കുറുക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്കിൻ വൈറ്റനിങ് ഹോം മെയ്ഡ് ക്രീം ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് നമ്മുടെ ആ ഒരു റൈസും പൊട്ടാറ്റോ മാത്രം നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചേർക്കാം. നിങ്ങളുടെ സ്കിന്നിന് സൂട്ട് ആവണമെന്ന് മാത്രം. അപ്പോൾ ഞാനിവിടെ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല
ചേർക്കുന്നില്ല കേട്ടോ. നമ്മുടെ ആലുവേറയോ അല്ലെങ്കിൽ ഓയിലോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം തോന്നുവാണെങ്കിൽ നിങ്ങളിത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് വെളിച്ചലോ അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഓയിൽസ് ആയിട്ടോ അല്ലെങ്കിൽ ആലുവേറ ജെല്ലൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ അതിൽ ഇത്ര മാത്രം മതി. നമുക്ക് റിസൾട്ട് 1 ഡേ നിങ്ങൾ ഒറ്റ ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു സ്കിന്നിൽ ആ ഒരു സ്മൂത്ത്നെസ്സും ആ ഒരു സ്കിന്നൊരു ബ്രൈറ്റ്നെസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫീൽ ആവും കേട്ടോ. ഒരു തവണ ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിത് 3 in 1 ആയിട്ട് ഉപയോഗിക്കാമെന്നുള്ളത്. ഒരെണ്ണം നമുക്ക് മസാജും ക്രീമാണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അല്പം എടുക്കുക, ഫേസിൽ ഡോട്ട് ചെയ്ത് കൊടുക്കുക, ഒരു മസാജ് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒരു മസാജ് കൊടുക്കുക, ഒരു 5 മിനിറ്റ് നേരം ഡ്രൈ ആവാനായിട്ട് സമയം കൊടുക്കുക. എന്നിട്ട് ശേഷം നമുക്കിത് കഴുകിക്കളയാം. അതല്ല നമുക്കിത് പാക്ക് പോലെ ആണെന്നുണ്ടെങ്കിൽ ഒരു 20-25 അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് നേരത്തേക്ക് അങ്ങ് വെക്കുക. വെച്ചതിന് ശേഷം ഇതുപോലെ ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കതങ്ങ് കഴുകിക്കളയാവുന്നതാണ്. ഇനി ക്രീമായിട്ട് നൈറ്റ് ക്രീമായിട്ട് നമ്മൾ രാത്രി കിടക്കാൻ നേരം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡ്രൈ സ്കിന്നുകാർ ഇതിനകത്തേക്ക് ഓയിൽ ആഡ് ചെയ്യേണ്ടി വരും. അതല്ല ഒരു ഓയിൽ സ്കിന്നുകാരാണെങ്കിലും അതുപോലെ ഓയിൽ ഞങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേരില്ല, ഞങ്ങളുടെ ഫേസിലേക്ക് ചേരില്ല എന്നുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളിതൊന്ന് ആദ്യം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ ഒരു വെളിച്ചിലുണ്ടാക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾക്ക് റോസ് വാട്ടറോ അല്ലെങ്കിൽ നോർമൽ വാട്ടറോ ഫേസിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു ചെറിയ ജസ്റ്റ് ഒരു ഫേസിലൊന്ന് മസാജ് കൊടുത്തിട്ട് പോയി കിടന്നുറങ്ങുക കേട്ടോ. ആ ഒരു വെളിച്ചിലുണ്ടാവില്ല, നിങ്ങൾക്ക് മുന്നത്തെക്കാളും വെളിച്ചിൽ കുറവായിരിക്കും. അപ്പോൾ ഈ രീതിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പോയി കിടന്നുറങ്ങാവുന്നതാണ്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ കഴുകിക്കളയുക കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു 1 വീക്ക് കഴിയുമ്പോഴത്തേനും ശരിക്കും നിങ്ങളുടെ ഫേസിൽ ആ ഒരു മാറ്റം നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്രയും സൂപ്പറാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.